നമസ്കാരം, മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറി പോന്നോളി. ഊരി എടുക്ക് ഗോവിന്ദ ഓൻ്റെ ആംപ്ലിഫയർ. അങ്കക്കലി പൂണ്ടുപോയി. മുഖ്യൻ കാവടി എടുത്ത് തുള്ളുകയാണ്. ഇനി പിടിച്ചാ കിട്ടൂല. അല്ല പിന്നെ എങ്ങനെ കലിപ്പ് വരാതിരിക്കും? അമ്മാതിരി അണ്ണാക്കിലെ പിരിവെട്ടുന്ന ചോദ്യങ്ങളല്ലേ ലവന്മാര് ചോദിക്കുന്നത്. ആരാ? വേറെ ആരാ? ആ മാപ്രകൾ, ബ്ലേഡി ഗ്രാമവാസീസ്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്ക്. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്നു, ഞാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം നിങ്ങളോട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലും കൊണ്ട് നിങ്ങൾ നടക്ക്. ബാക്കി നമുക്ക് പിന്നീട് പറയാം. ഇത് കേട്ടാ പിന്നെ മുക്കിന് ദേഷ്യം വരാതിരിക്കുവോ? തെരഞ്ഞെടുപ്പ് കാര്യം പറഞ്ഞ് ദിങ്ങനെ വന്നപ്പോഴത്തേക്ക് വീണയെ ഈടി ചോദ്യം ചെയ്യുമോന്ന് അവന്റെ ഒരു ചോദ്യം. അതേടാ, ഈടി എന്റെ അളിയനാണല്ലോ, ഇടയ്ക്കിടെ ക്ലിഫ് ഹൗസിൽ വരാനായിട്ടെന്ന് മുഖ്യൻ. മനസ്സമാധാനത്തിൽ ഒരു പത്രസമ്മേളനം നടത്താൻ പോലും പറ്റാത്ത അവസ്ഥയായല്ലോ ഇത്. ഇങ്ങനെയാണെങ്കിൽ ഈ കളിക്ക് ഞാനില്ലെന്ന് മുഖ്യൻ. വേറെ എന്തൊക്കെ കാര്യങ്ങൾ യവന്മാർക്കെന്നോട് ചോദിക്കാം, അതൊക്കെ വിട്ടിട്ട് വീണയെ ചോദ്യം ചെയ്യുമോന്ന്. എന്നേക്കാൾ സമാധാനക്കേടാണല്ലോ മുത്തപ്പയവന്മാർക്കെല്ലാം കൂടെ. ഡേയ്, വീണയുടെ ഏച്ചൻ ഞാനാണ്, എനിക്കില്ലാത്ത വേവലാതി ഒന്നും എനിക്ക് വേണ്ട കേട്ടാ. ഓക്കെ മുഖ്യ, ആ കണ്ണീര് തുടച്ചിട്ട് ബാക്കി പറ. യവന്മാരെല്ലാം കൂടെ എന്നെ ഉപദേശിക്കുവാണോ അതോ ഊഞ്ഞാലാട്ടിക്കുവാണോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നും കൂടെ മനസ്സിലാകുന്നില്ല ഗോവിന്ദ. അതെങ്ങനെയാ? പിണറായിയുടെ തലവെട്ടം കണ്ടാൽ ഈ മാപ്രകൾ വീണയുടെ കാര്യം ചോദിക്കുമല്ലേ അങ്ങോട്ട്. ഗോവിന്ദ, മാപ്രകളെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ. കൊത്തി കൊത്തി യവന്മാരെല്ലാം കൂടെ എൻ്റെ തൈക്കണ്ടിയിൽ കുടുംബത്തിൽ കയറി കൊത്താൻ തുടങ്ങിയേക്കണ്. എന്തൊരു ബഹളമായിരുന്നു പത്രസമ്മേളനം തുടങ്ങിയപ്പോഴത്തേക്ക്. മുഖ്യൻ ചിരിക്കുന്നു, മാപ്രകളോട് കുശലം പറയുന്നു. ഇടയ്ക്ക് മൈക്ക് ഒന്ന് കേടായപ്പോൾ മൈക്കിനോട് കലിപ്പിക്കാതെ ഏറെ സൗമ്യനായി കുനീനനായി മുഖ്യൻ ചിരിക്കുന്നു. അച്ചടാ, ഞാൻ വരുമ്പോഴാണല്ലോ ഈ മൈക്കിന് പ്രശ്നങ്ങൾ, നിങ്ങൾക്കൊരു വാർത്തയായി എന്നൊക്കെ ചിരിച്ചോണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നതാ. വളരെ സമാധാനത്തിൽ, വളരെ വിനീത കുനീനനായി മുഖ്യൻ നമ്മളിങ്ങനെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ വീണയെ ചോദ്യം ചെയ്യുമോ എന്ന് മാപ്ര ചോദിച്ചപ്പോഴത്തേക്ക് അതുവരെ മൂപ്പര് കടിച്ചു പിടിച്ചു നിർത്തിയ സൗമ്യ സ്വഭാവം താഴെ പോയി ചന്ത സ്വഭാവം പുറത്തു വന്നെന്ന്. പിന്നെ ഉണ്ടങ്ങ് അടക്കി കുത്തിയില്ലയോ അങ്ങോട്ട്. ആർക്കട അറിയണ്ടേ മോളെ ചോദ്യം ചെയ്യണോ എന്ന ലൈനായി പോയി മൂപ്പര്. എന്തോ ഭാഗ്യത്തിന് മൈക്ക് വലിച്ചു പറിച്ചില്ല, പകരം ഓഫാക്കി ഒരൊറ്റ പോക്കാ പിണങ്ങി. ഞാൻ പിണങ്ങിന്ന് ഉണ്ടല്ലടാ നിന്നോടൊന്നും. ശിവൻകുട്ടിയണ്ണനാകാഞ്ഞത് ഭാഗ്യം. അല്ലെങ്കിൽ മൈക്കും വലിച്ച് പൊട്ടിച്ച് മുണ്ടും മടക്കി കുത്തി മേശയുടെ മേലേന്ന് താഴേക്കെടുത്ത് ചാടി ആ മാപ്രയുടെ ചെകിട്ടത്തൊന്നു കൊടുത്തേരെ. ബൈ മുഖ്യ, സത്യത്തിൽ വീണയുടെ കാര്യം എന്താണ്? ബീഹാറിൽ ഒരു സെല്ല് പണിയണോ കൂട്ടത്തോടെ കിടക്കാനായിട്ട്, അതോ തൃശ്ശൂര് കൊടുത്ത് കോംപ്ലിമെന്റ്സ് ആക്കിയോ? കോമഡി ഇതല്ല കേട്ടോ. കർത്തയെ ചോദ്യം ചെയ്യാൻ ഈടി വിളിപ്പിച്ചായിരുന്നു. പറ്റൂല, ഞാൻ വരൂല, എനിക്ക് മാരക രോഗാന്നും പറഞ്ഞ് മൂപ്പരൊളിച്ചിരിക്കുക. എന്താ അസുഖം? കാലിന് താഴെ 2 വട്ടച്ചൊറി. അതൊരു മാരക രോഗമല്ലേ ഇത്? എൻ്റെ മുന്നുകോടതി ആ ഈടി മർദ്ദകളോടൊന്ന് പറയും, എനിക്ക് നല്ല സൂക്കേടാണെന്ന് കർത്തയണ്ണൻ. ലേ കോടതി, അതിൻ്റെയൊക്കെ സൂക്കേട് എന്താണെന്ന് എനിക്കറിയാം കേട്ടോ. മര്യാദയ്ക്ക് ചോദ്യം ചെയ്യലിന് പൊക്കോളണോ എന്ന് പറഞ്ഞ് ഒരൊറ്റ ഓടിക്കില്ല. ഇല്ല, ഞാൻ പോവില്ല, ഞാൻ കുറച്ച് കോടികൾ യവന്മാർക്കെല്ലാം കൊടുത്തു എന്നുള്ളത് നേരാണ്, പക്ഷേ എനിക്ക് സേവനമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കാശ് പോയത് മിച്ചം. ഒടുവിൽ അകത്താകുന്ന ലക്ഷണവും. കാശും പോയി വേരും പോയി ഉണ്ടേം തിന്നണമല്ലോ എന്ന് എൻ്റെ കർത്താവേന്ന് കർത്ത. ഇതിങ്ങനാണ് പോക്കെങ്കിൽ CMRL തത്ത പറയും പോലെ എല്ലാം പറയുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ നമുക്ക് അനുമാനിക്കാം. ഇതിപ്പോൾ തന്നെ രേഖകൾ പലതും കൈമാറി കഴിഞ്ഞു CMRL ഇടിക്ക്. മുഖ്യൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ കാലി വരൂന്ന് കർത്ത. പ്രഭാകരാ, അല്ല കർത്തേ, ഐ ആം ദി സോറി മുഖ്യ, ഐ ആം ദി സോറി. ശനിയുടെ അപഹാരം വല്ലാണ്ടുണ്ട് മുഖ്യനും മോൾക്കും. ശുക്രൻ ബുധൻ ഇടയിൽ ബ്ലോക്ക് ആയതുകൊണ്ട് പുറത്തേക്ക് വരാനാകുന്നില്ല. ആയതിനാൽ ചോദ്യം ചെയ്യൽ ഉറപ്പാണ്. ഇത് ഹോമത്തിലൊന്നും നിൽക്കൂലാട്ടാ. ചെറിയ വെടി 4, വലിയ വെടി 4, അതിലും നിൽക്കൂല. മോദി ഭഗവാന് തൃശ്ശൂര് വെച്ച് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ശരിയാകുമെന്ന് കാണിപ്പയ്യൂര് പറയുന്നു. പല ഡീലിങ്സുകൾ ഇനി നടക്കാനുണ്ട്, നമുക്ക് കാണാം. അപ്പൊ ശരി.